نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا ونبينا ومولانا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون وصلى الله على محمد وعلى آله وأصحابه وأتباعه وأهل بيته أجمعين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس إنا خلقناكم من ذكر وأنثى وجعلناكم شعوبا وقبائل لتعارفوا إن أكرمكم عند الله أتقاكم إن الله عليم خبير. ഏറ്റവും ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, പനാമ റിപ്പബ്ലിക്കിൽ ക്രൈസ്തവരായ ആളുകൾ ആരാധനകൾ അർപ്പിക്കുന്ന ഒരു ചർച്ചിലേക്ക് കറുത്തിരുണ്ട ഒരു വിശ്വാസി കയറി വന്ന് മുട്ടിൽ കുത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അദ്ദേഹം ഒരു ക്രൈസ്തവ വിശ്വാസിയായിരുന്നു. പ്രാർത്ഥന നീണ്ടുപോകുന്നതിൻ്റെ ഇടയിൽ ചർച്ച കൈകാര്യം ചെയ്യുന്ന അവിടുത്തെ വികാരി അച്ഛൻ തൻ്റെ മുറിയിൽ നിന്നൊരു കുറിപ്പുമായി വന്നു. ആ കറുത്ത ഇരുണ്ട മനുഷ്യന്റെ കയ്യിലേക്ക് ആ കുറിപ്പ് കൊടുത്തിട്ട് അദ്ദേഹം നടന്നു നീങ്ങി. പ്രാർത്ഥനകൾക്ക് ശേഷം ആ വിശ്വാസി ആ കുറിപ്പ് വായിച്ചു നോക്കിയപ്പോൾ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: ഇത് വെളുത്തവരുടെ ചർച്ചാണ്, കറുത്തവർക്കുള്ള പള്ളി അങ്ങ് അകലെയുണ്ട്, അവിടെ പോയി താങ്കൾക്ക് പ്രാർത്ഥിക്കാം എന്ന്. ഈജിപ്തിലെ വളരെ പ്രശസ്തനായ ഒരു പണ്ഡിതൻ മുസ്തഫ സബായിയാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഒരു 15 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യ മഹാരാജ്യത്ത് ഭോപ്പാലിൽ നടന്ന ഒരു സംഭവം പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഭോപ്പാലിലെ ഒരു കുഗ്രാമത്തിൽ പാടത്ത് പണിയെടുക്കുന്ന തൻ്റെ ഭർത്താവിന് പാത്രത്തിൽ ഭക്ഷണം അടച്ചു വെച്ചുകൊണ്ട് ഒരു ദളിത് സ്ത്രീ റോഡിലൂടെ നടന്നു നീങ്ങുകയായിരുന്നു. ഒരു വളർത്തുനായ ആ വഴിക്ക് കടന്നു പോകുമ്പോൾ അത് വിശന്ന് വലഞ്ഞ് മെലിഞ്ഞൊട്ടിയിരിക്കുന്നത് ആ ദളിത് സ്ത്രീയുടെ ശ്രദ്ധയിൽപ്പെട്ട സന്ദർഭത്തിൽ തൻ്റെ ഭർത്താവിന് വേണ്ടി പാചകം ചെയ്ത ഭക്ഷണം ആ നായയ്ക്ക് ഭക്ഷിപ്പിക്കുകയും കൊടുക്കുകയും ഒക്കെ ചെയ്തു. അടുത്ത ദിവസം കേട്ടു, ആ നായ സവർണന്റെ മേൽജാതിക്കാരന്റെ വളർത്തുനായയായിരുന്നു. കീഴ്ജാതിക്കാരിയായ സ്ത്രീ മേൽജാതിക്കാരൻ വളർത്തുന്ന നായക്ക് ഭക്ഷണം കൊടുത്തതിൻ്റെ പേരിൽ അവിടെ ഉണ്ടായിരുന്ന ഗ്രാമമുഖ്യന്റെ നേതൃത്വത്തിൽ യോഗം സംഘടിപ്പിക്കുകയും മേൽജാതിക്കാരൻ വളർത്തുന്ന നായയ്ക്ക് കീഴ്ജാതിക്കാരിയായ പെണ്ണ് ഭക്ഷണം കൊടുത്തതിൻ്റെ പേരിൽ 10,000 രൂപ പിഴ അടയ്ക്കണമെന്ന് പിഴ ചുമത്തി പ്രഖ്യാപിക്കുകയും ചെയ്തത് ഏകദേശം ഒരു 15 വർഷങ്ങൾക്ക് മുമ്പ് മലയാള പത്രം പോലും റിപ്പോർട്ട് ചെയ്തത് ഇന്ന് എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് വെളുത്തവനായ സഹാബി, പ്രശസ്തനായ സഹാബി കൂടിയാണ് മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹു, കറുത്തിരുണ്ട് മൂടിയ മുഅദ്ദിൻ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുമായി എന്തോ ഒരു ചെറിയ കാര്യത്തിൽ വഴക്ക് രൂക്ഷമായപ്പോൾ അബൂദർ റളിയല്ലാഹു അൻഹു ബിലാൽ റളിയല്ലാഹുവിനെ ഭത്സിച്ചുകൊണ്ട് പറഞ്ഞു, കറുത്തവളുടെ മകനെ എന്ന്, കറുത്തവളുടെ പുത്ര എന്ന് വിളിച്ചു. ഇത് കേട്ട് ഞെട്ടിത്തരിച്ചുകൊണ്ട് അത്ഭുതം കൂറിക്കൊണ്ട് മഹാനായ പ്രവാചകൻ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂദർ റളിയല്ലാഹു അൻഹുവിനെ ശക്തമായ ഭാഷയിൽ തിരുത്തിക്കൊണ്ട് പറഞ്ഞു, ഇന്നക ഇംറഉൻ ഫീക്കൽ ജാഹിലിയ, ആ പഴയ വിവരക്കേടിന്റെ കാലഘട്ടത്തിലെ സംസ്കാരം നിനക്ക് ഇപ്പോഴും ഉണ്ടല്ലോ.
ജാതിയുടെയും ഐക്യത്തിൻ്റെയും വർണ്ണവെറിയുടെയും ആ സ്വഭാവം ഈ ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷവും താങ്കളുടെ ഉള്ളിൽ കുടികൊള്ളുന്നല്ലോ എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ ശക്തമായി തിരുത്തിക്കൊണ്ട് പറഞ്ഞതായി സ്വഹീഹായ ഹദീസിൽ കാണാൻ കഴിയുന്നു. ഈ 3 സംഭവങ്ങളും നമ്മൾ മുന്നിൽ വെച്ചുകൊണ്ട് ഇന്ത്യ മഹാരാജ്യത്ത്, നമ്മുടെ കേരളത്തിൽ അടക്കം ജാതിയുടെയും ഉപജാതിയുടെയും ഒക്കെ പേരിൽ നടന്നിട്ടുള്ള ആയിരക്കണക്കിന് സംഭവങ്ങൾ നാം ഒന്ന് ചിന്തിച്ചു നോക്കുക. കീഴ്ജാതിക്കാരൻ ക്ഷേത്രത്തിന്റെ മുന്നിലൂടെ നടന്നുപോയതിൻ്റെ പേരിൽ, പൊതുവഴി ഉപയോഗിച്ചതിൻ്റെ പേരിൽ, സവർണന്റെ ചായക്കടയിൽ നിന്നും ചായ കുടിച്ചതിൻ്റെ പേരിൽ മൂത്രം കുടിപ്പിക്കുകയും തല്ലിക്കൊല്ലുകയും ഉരുട്ടിക്കൊല്ലുകയും കെട്ടിത്തൂക്കിക്കൊല്ലുകയും ചെയ്ത സംഭവങ്ങൾ ഈ അടുത്ത കാലഘട്ടത്തിൽ പോലും കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്ര, ഗുജറാത്ത് തുടങ്ങി അങ്ങ് ഡൽഹി വരെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് നമ്മുടെ മുന്നിലുണ്ട്. പരിശുദ്ധ ഖുർആൻ ഇവിടെയാണ് പ്രസക്തമാകുന്നത്. വളരെ വളരെ പ്രസക്തമാകുന്നത് അവിടെയാണ്. ഖുർആൻ പറയുന്നുണ്ട്, യാ അയ്യുഹന്നാസ്, ഏ ജനങ്ങളെ. ജനങ്ങളെ എന്ന് ഖുർആൻ സംബോധന ചെയ്യുമ്പോൾ അവിടെ ജാതിയില്ല, മതമില്ല, വർഗമില്ല, സവർണനെന്നോ അവർണനെന്നോ മേൽജാതിക്കാരനെന്നോ കീഴ്ജാതിക്കാരനെന്നോ പൊലയനെന്നോ ആശാരിയെന്നോ മൂശാരിയെന്നോ ചെട്ടിയാരെന്നോ പറയനെന്നോ മണ്ണാനെന്നോ പാണരെന്നോ വ്യത്യാസമില്ലാതെയാണ് അള്ളാഹു വിളിക്കുന്നത്. യാ അയ്യുഹന്നാസ്, ഏ ജനങ്ങളെ. ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ, ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് നിങ്ങളെ നാം പടച്ചത്, സൃഷ്ടിച്ചത്. സുരേന്ദ്രന്റെയും സതീശന്റെയും രമേശന്റെയും ആശാരി മൂശാരി ചെട്ടിയാര് പറയര് പാണര് തുടങ്ങിയിട്ടുള്ള എല്ലാ ജാതിക്കാരൻ്റെയും നായരുടെയും ബ്രാഹ്മണരുടെയും ക്രൈസ്തവന്റെയും മുസൽമാന്റെയും സിഖുകാരൻ്റെയും ജൈനന്റെയും ബുദ്ധന്റെയും എല്ലാവരും അവർ ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നും ഒരു മാതാവിൽ നിന്നും ഒരു പിതാവിൽ നിന്നുമാണ് പടയ്ക്കപ്പെട്ടത്. നിങ്ങളൊക്കെ തുല്യരാണ്, വ്യത്യാസം കൽപ്പിക്കപ്പെടേണ്ടതില്ല എന്ന് അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ വിളംബരം ചെയ്യാം. വജഅൽനാകും ശുഊബൻ വഖബായില, വിവിധ രാജ്യക്കാരും വിവിധ നിറക്കാരും വിവിധ ദേശക്കാരുമായി, വിവിധ കുടുംബക്കാരായി, ഗോത്രക്കാരായി നിങ്ങളെ വ്യത്യാസപ്പെടുത്തിയത്, വ്യവച്ഛേദിച്ചത് ലിതആറഫു, നിങ്ങൾക്കൊരു മേൽവിലാസം ഉണ്ടാവാനാണ്, ഒരു അഡ്രസ് ഉണ്ടാവാനാണ്. അല്ലാതെ ജാതിയുടെ പേരിൽ വ്യവച്ഛേദിക്കാൻ വേണ്ടി അല്ല എന്ന് അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ ഓർമ്മപ്പെടുത്തുന്നത് ഇവിടെ ഇന്നും ഈ നൂറ്റാണ്ടിലും ഈ 2026 ദൈവത്തിൻ്റെ നാടാണ് കേരളം എന്ന് പറയുന്നിടത്തും പ്രസക്തിയാവുന്നു, ഏറെ പ്രസക്തി വർദ്ധിക്കുന്നു എന്ന് നാം ചിന്തിച്ചു നോക്കുക. 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രബോധനം പൂർത്തിയാക്കിയിട്ട് 1.25 ലക്ഷം വിശ്വാസികളെ നോക്കി നിന്നിട്ട് പറഞ്ഞു, ലാ ഫദ്ല ലിഅറബിയ്യിൻ അലാ അജമിയ്യിൻ വലാ അഹ്മറ വലാ അസ്വദ് ഇല്ലാ ബിത്തഖ്വല്ലാഹ്. അറബിക്ക് അനറബിയേക്കാൾ, ചുവന്നവന് കറുത്തവനേക്കാൾ, പൊക്കം കൂടിയവന് പൊക്കം കുറഞ്ഞവനേക്കാൾ ഒരു വ്യത്യാസവും പടച്ച തമ്പുരാന്റെ മുമ്പിലില്ല, ഒരു മഹത്വവുമില്ല, ഒരു ശ്രേഷ്ഠതയുമില്ല. എല്ലാവരും ദൈവത്തിന്റെ മുമ്പിൽ, അല്ലാഹുവിന്റെ മുമ്പിൽ, സൃഷ്ടാവിന്റെ മുമ്പിൽ തുല്യരാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രഖ്യാപിച്ചതും ഏറെ പ്രസക്തമാവുകയാണ്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീനത്തെ പള്ളിയിൽ ചുവന്നവരുണ്ടായിരുന്നു. പേർഷ്യക്കാരനായ സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു ചുവന്ന മനുഷ്യനായിരുന്നു. ആഫ്രിക്കക്കാരനായ ബിലാൽ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. അദ്ദേഹം കറുത്ത മനുഷ്യനായിരുന്നു.
അവര് മസ്ജിദിന്റെ പള്ളിയുടെ പ്രാർത്ഥനയുടെ സമയത്ത് ഒന്നാമത്തെ സഫിൽ, ഒന്നാമത്തെ അണിയിൽ തോളോട് തോള് ചേർന്നിട്ടാണ് നിന്നത്. ദേശത്തിന്റെയും ഭാഷയുടെയും പേരിൽ അവർ വ്യവച്ഛേദിക്കപ്പെട്ടിട്ടില്ല. വെളുത്തവരെല്ലാം ഒന്നാമത്തെ അണിയിൽ നിൽക്കട്ടെ, കറുത്തവരൊക്കെ ഏറ്റവും ബാക്കിൽ നിൽക്കട്ടെ, വലിയ കുടുംബക്കാരൊക്കെ കസേരയിൽ ഇരിക്കട്ടെ, ചെറിയ കുടുംബക്കാരൊക്കെ നിലത്തിരിക്കട്ടെ എന്നൊന്നും ഇസ്ലാം പ്രഖ്യാപിച്ചിട്ടേയില്ല. ആദ്യം കയറി വരുന്നവർക്ക് ഏറ്റവും മുന്നിൽ ഇമാമിനോടൊപ്പം നിൽക്കാം. ഇനി ഇമാമും ആഫ്രിക്കക്കാരനാണ്, കറുത്തവനാണ്, വലിയ കുടുംബക്കാരനല്ലെങ്കിൽ ആ ഇമാമ് കൈകെട്ടുന്നതിന്റെ പുറകിൽ നാട്ടിലെ ഏറ്റവും വലിയ കുടുംബക്കാരനും കൈകെട്ടി നമസ്കരിച്ചോണം, പ്രാർത്ഥിച്ചോണം. അള്ളാഹുവിന്റെ ഭവനത്തിന്റെ ഉള്ളിൽ, ആരാധനാലയത്തിന്റെ ഉള്ളിൽ, ആരാധനാലയത്തിന്റെ പുറത്തും ഒരു വ്യവച്ഛേദനവും പാടില്ല എന്ന് അള്ളാഹുവിന്റെ റസൂൽ ഈ ആയത്തും ഹദീസും ഓതിക്കൊണ്ട് ലോകത്തോട് പ്രഖ്യാപിക്കുകയുണ്ടായി. ഈജിപ്ത് ഇസ്ലാമിന്റെ കീഴിൽ വരുന്ന ഒരു ഘട്ടത്തിൽ ഈജിപ്തിലെ ഭരണാധികാരി വെളുത്തവനായ മുഖൗഖിസ് രാജാവായിരുന്നു. ആ രാജാവുമായി ഇസ്ലാമിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടത് കറുത്തവനായ ഉബാദത്ത് ബിൻ സാമിത്ത് റളിയല്ലാഹു അൻഹു ആണ്. ഉബാദത്ത് ബിൻ സാമിത്ത് റളിയല്ലാഹു അൻഹു മുഖൗഖിസിന്റെ കൊട്ടാരത്തിന്റെ ഉള്ളിൽ കയറി രാജാവുമായി സംസാരം തുടങ്ങിയപ്പോ വെളുത്തവനായ രാജാവ് പറഞ്ഞു, ഈ കറുത്തവനുമായി ഞങ്ങൾക്ക് സംസാരിക്കാനൊന്നും പറ്റത്തില്ല, വല്ല വെളുത്തവരുണ്ടെങ്കിൽ ഇങ്ങോട്ട് കയറി വരട്ടെ എന്ന് ആ രാജാവ് പ്രഖ്യാപിച്ചപ്പോൾ ഉബാദത്ത് ബിൻ സാമിത്ത് റളിയല്ലാഹു പറഞ്ഞത് എന്താണെന്നറിയോ? എന്നെപ്പോലെ ഇസ്ലാമിൽ ആയിരക്കണക്കിന് കറുത്തവർ നേതൃത്വം കൊടുക്കുന്നുണ്ട്. അവർ എന്നെക്കാൾ കറുത്തവരും എന്നേക്കാൾ ഇസ്ലാമിൽ പ്രാധാന്യവും മഹത്വവും ഉള്ളവരാണ് എന്ന് അദ്ദേഹം ആ രാജാവിന്റെ മുമ്പിൽ പ്രഖ്യാപിച്ചതായി കാണാൻ കഴിയുന്നുണ്ട്, ചരിത്രത്തിൽ കേൾക്കാൻ കഴിയുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഇത്രയും ഞാൻ ആമുഖമായി പറഞ്ഞത് എന്തിനാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. കണ്ണൂർ ജില്ലയിലെ അഞ്ചരക്കണ്ടിയിൽ ദന്ത കോളേജ് നമുക്കറിയാം. തിരുവനന്തപുരത്ത് സ്വദേശിയായ നിതിൻ രാജ് എന്ന് പറയുന്ന കീഴ്ജാതിക്കാരനെന്നും മുസൽമാൻ ഉപയോഗിക്കാൻ അവകാശമില്ല, പക്ഷെ ആ തരത്തിൽ ഉപയോഗിക്കപ്പെടുന്ന വിഭാഗത്തിൽപ്പെട്ട പ്രിയപ്പെട്ട നിതിൻ രാജ് ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ട വാർത്തകളും അതുമായി ബന്ധപ്പെട്ട കോലാഹലങ്ങളും ഒക്കെ ഈ ആഴ്ചയിൽ നമ്മുടെ കേരളം അതിൻ്റെ മീഡിയകളും സോഷ്യൽ മീഡിയകളും പത്രങ്ങളും ഒക്കെ ചർച്ച ചെയ്തു വെച്ചിരിക്കുകയാണ്. ഇന്നും അതിൻ്റെ ചർച്ചകൾ പത്രത്തിൽ കാണാൻ കഴിയുന്നു. നിതിൻ രാജ് ആത്മഹത്യ ചെയ്തത് എന്തിന്റെ പേരിലാണെന്ന് അന്വേഷിക്കപ്പെട്ടപ്പോഴാണ് അവൻ പഠിച്ചിരുന്ന സ്ഥാപനത്തിൽ, കോളേജിൽ, ക്ലാസ് മുറിയിൽ ആ കുട്ടിയെ മാനസികമായി പീഡിപ്പിച്ച് വേദനിപ്പിച്ച് ജാതി പേര് വിളിച്ച് മാറ്റി നിർത്തി, അതേപോലെ അവിടുത്തെ പെൺകുട്ടികളെ ഉപയോഗിച്ച് ചെരുപ്പ് കൊണ്ട് മുഖത്തടിച്ചതുമായിട്ടുള്ള ഒരുപാട് വേദന നിറഞ്ഞ പീഡന അനുഭവങ്ങളുടെയും പേരിൽ നിതിൻ എന്ന് പറയുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തത് ഇന്ന് കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കർത്തവൻ എന്ന് വിളിച്ചതിന്റെ പേരിൽ, ജാതിപ്പേര് വിളിച്ചതിന്റെ പേരിൽ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇസ്ലാമിൽ ജാതിയില്ല, വിഭാഗീയത അത് ഇസ്ലാമിൽ കൽപ്പിക്കപ്പെട്ടിട്ടില്ല എന്ന് പറയുമ്പോ 1921 മലബാർ കലാപമുണ്ടായ ഘട്ടത്തിൽ, അന്ന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായ ഒരു സാഹചര്യത്തിൽ സാവിത്രി അന്തർജനം എന്ന് പറയുന്ന ബ്രാഹ്മണ സ്ത്രീ, അവർക്ക് ചില പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നപ്പോ ആ കാലഘട്ടത്തിലെ കീഴ്ജാതിക്കാരനായ ചാത്തന്റെ വീട്ടിൽ അവർ അഭയം തേടി. ചാത്തൻ കീഴ്ജാതിക്കാരനായിരുന്നു. അവസാനം അഭയം തേടിയ ആ ബ്രാഹ്മണ സ്ത്രീ ചാത്തൻ എന്ന് പറയുന്ന കീഴ്ജാതിക്കാരനെ കല്യാണം കഴിച്ചു എന്നതിന്റെ പേരിൽ, വിവാഹം കഴിച്ചു എന്നതിന്റെ പേരിൽ ഒരുപാട് ജാതി പ്രശ്നങ്ങൾ നേരിടുന്ന ഘട്ടത്തിലാണ് അന്ന് ആശാൻ ഒരു കവിത എഴുതിയത്. മഹത്തായ ഒരു കവിത ലോകത്തിന് എഴുതി സമർപ്പിച്ചത്. അദ്ദേഹം ഖണ്ഡകാവ്യം എഴുതി. കുമാരനാശാൻ എന്ന് പറയുന്ന ആശാൻ ഖണ്ഡകാവ്യം എഴുതി. ദുരവസ്ഥ എന്നതിനെ ഹെഡിങ് കൊടുത്തുകൊണ്ട്
കേരളത്തിൽ നടക്കുന്ന, രാജ്യത്ത് നടക്കുന്ന ജാതി വ്യവസ്ഥകൾക്കെതിരെ അദ്ദേഹം അതിശക്തമായ പദപ്രയോഗങ്ങൾ നടത്തി, ജാതി വ്യവസ്ഥക്കെതിരെ ശബ്ദമുയർത്തി. 1921 കാലഘട്ടത്തിൽ ഏകദേശം 105 കൊല്ലം കഴിഞ്ഞിരിക്കുകയാണ്. എത്രയോ ദൂരം വഴി തെറ്റി നിൽക്കേണ്ടോ ഒരേഴ ചെറുമാൻ പോയി തൊപ്പിയിട്ടാൽ ചിത്രം അവനെത്തി ചാരത്തിരുന്നിടാം, ചുറ്റും പേടിക്കണ്ട നമ്പുരാരെ എന്ന് കുമാരനാശാൻ എഴുതാനുള്ള കാരണം എന്താണ്? അന്ന് കേരളത്തിൽ താഴത്തങ്ങാടി പള്ളി, കോട്ടയം ജില്ലയുടെ താഴത്തങ്ങാടി പള്ളിയും തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിലെ ചേരമ പള്ളിയുടെ ചരിത്രങ്ങളൊക്കെ എടുത്തു നോക്കുമ്പോ അക്കാലഘട്ടത്തിൽ വെളുത്തവരും കറുത്തവരുമായ സഹാബികൾ ഇസ്ലാമിന്റെ പ്രബോധനവുമായി ദഅവത്തുമായി ഈ രാജ്യത്തേക്ക് കടന്നു വന്നപ്പോ വെളുത്തവരും കറുത്തവരുമായ മുസ്ലിമീങ്ങൾ ഒരുമിച്ച് നമസ്കരിക്കുന്നതും ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നതും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നതും ഒരുമിച്ച് യാത്ര ചെയ്യുന്നതും ഒരുമിച്ച് ഉണ്ടുറങ്ങുന്നതുമുള്ള കാഴ്ച കണ്ട് അന്ന് കീഴ്ജാതിക്കാർ അത്ഭുതപ്പെട്ടുപോയി. ഇതെന്താണിത്? നമുക്ക് നമ്മുടെ ക്ഷേത്രത്തിൽ കയറാൻ കഴിയുന്നില്ല, നമ്മുടെ ക്ഷേത്രത്തിന്റെ മുന്നിലൂടെ നടക്കാൻ കഴിയുന്നില്ല, മേൽജാതിക്കാരന്റെ ചായക്കടയിൽ നിന്നും ചായ കുടിക്കാൻ കഴിയുന്നില്ല. ഇനി അഥവാ കുടിക്കാൻ കയറിയാലോ മേൽജാതിക്കാരനൊരു ഗ്ലാസും കീഴ്ജാതിക്കാരന് വേറൊരു ഗ്ലാസും. അങ്ങനത്തെ കാലഘട്ടത്തിൽ, ഏകദേശം നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള കാലഘട്ടത്തിൽ മുസ്ലിം പ്രബോധകർ, ഇസ്ലാമിക പ്രബോധകർ ഇസ്ലാമിന്റെ പ്രബോധനവുമായി ഈ രാജ്യത്തേക്ക് കടന്നു വന്നപ്പോ വെളുത്തവരും കറുത്തവരും കുറുകിയവരും ഉയർന്നവരും വലിയ കുടുംബത്തിൽപ്പെട്ടവരൊക്കെ ഒരുമിച്ചുണ്ടുറങ്ങുന്നത് കണ്ടപ്പോഴാണ് അവർ ഇസ്ലാമാണ് മഹത്വം, ഇസ്ലാമാണ് മനുഷ്യത്വം എന്ന് മനസ്സിലാക്കിയിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്നവർ തൊപ്പിയിട്ടത്. തൊപ്പിയിട്ടപ്പോഴോ പൊലയൻ തൊപ്പിയിട്ട് പള്ളിയിലേക്ക് കയറി വന്നപ്പോ അവൻ പൊലയനല്ലാതായി മാറി. കീഴ്ജാതിക്കാരൻ തൊപ്പിയിട്ട് ഇസ്ലാമിന്റെ പള്ളിക്കകത്ത് ഒന്നാമത്തെ സഫിൽ അവര് ഉരുമ്മി നമസ്കരിച്ചപ്പോൾ, തോളോട് തോള് ചേർന്ന് ഉരുമ്മി നമസ്കരിച്ചപ്പോൾ അവന്റെ ജാതി നഷ്ടപ്പെട്ടു. അതിലേക്ക് സൂചിപ്പിച്ചുകൊണ്ടാണ് കുമാരനാശൻ ദുരവസ്ഥയിൽ പാടിയത്. എത്രയോ ദൂരം വഴിതെറ്റി നിൽക്കേണ്ടവനായിരുന്നു അവൻ. സവർണന്റെ അമ്പലത്തിന്റെ മുന്നിലൂടെ നടക്കാൻ പാടില്ല, മാറി നിൽക്കണം. ഓഹൈ 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 എന്ന ശബ്ദം ഉയർത്തിക്കൊണ്ട് ഞാനിതാ വരുന്നു, മേൽജാതിക്കാരുണ്ടെങ്കിൽ മാറിക്കോ എന്ന് പറയുന്ന ശബ്ദം ഉയർത്തിക്കൊണ്ട് വേണം അവനെ തെരുവിലൂടെ സഞ്ചരിക്കാൻ. എത്രയോ ദൂരം വഴി തെറ്റി നിൽക്കേണ്ടോ ഒരേഴ ചെറുമാൻ പോയി തൊപ്പിയിട്ടാൽ, തൊപ്പിയിടുക എന്ന് പറഞ്ഞാൽ ഇസ്ലാം സ്വീകരിച്ചാൽ ചിത്രം അവനെത്തി ചാരത്തിരുന്നിടാം, അവന് ചേർന്നിരിക്കാം, പള്ളിക്കകത്ത് ചേർന്നിരിക്കാം, ചുറ്റും പേടിക്കണ്ട നമ്പുരാരെ, ഇനി മേൽജാതിക്കാരനെ ഭയപ്പെടണ്ട എന്ന് പാടിയത് അബൂബക്കർ സിദ്ദീഖും നാസറും ജബ്ബാറൊന്നും അല്ല. പാടിയത് 1921 ദുരവസ്ഥയിൽ കുമാരനാശാനാണ് പാടിയതെന്ന് നമ്മളൊന്ന് കേട്ടു നോക്കണം സഹോദരങ്ങളെ. തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, ദൃഷ്ടിയിൽ പെട്ടാലും ദോഷമുള്ളോർ, കെട്ടില്ലാത്തോർ, തമ്മിലുണ്ണാത്തോർ, ഇങ്ങനെ പരസ്പരം കെട്ടാൻ പാടില്ല. ഇസ്ലാമിലെ ജാതി ഒന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട കേട്ടോ, അങ്ങനെ ഒരു ജാതി വ്യവസ്ഥയുമില്ല. ഇത് എന്താണ് കുമാരനാശാൻ പാടിയത്? ദൃഷ്ടിയിൽ പെട്ടാലും ദോഷമുള്ളോർ, കെട്ടില്ലാത്തോർ, തമ്മിലുണ്ണാത്തോർ, ഇങ്ങനെ ഒട്ടല്ലോ ജാതിക്കോമരങ്ങൾ, ആട്ടും വിലക്കും വഴിയാട്ടും മറ്റുമീ കൂട്ടർ സഹിച്ചു പൊറുതി മുട്ടു വിട്ടതാ ഹിന്ദുമതം. പാടിയതൊരു മുസ്ലിം കവിയൊന്നും അല്ല, ഒരു ഹൈന്ദവ വിശ്വാസത്തിൽപ്പെട്ട ഒരു ആശാൻ പാടിയെങ്കിൽ അതെത്ര യാഥാർത്ഥ്യമാണ്. ആ ജാതി വ്യവസ്ഥ ചില ഡോക്ടർമാരുടെയും ചില എഞ്ചിനീയർമാരുടെയും അഭ്യസ്ത വിദ്യരുടെയും ഒക്കെ ഹൃദയത്തിൽ ഇപ്പോഴും, കോളേജുകളിൽ പഠിപ്പിക്കുന്ന അധ്യാപകന്മാരുടെ ഹൃദയത്തിൽ ഇപ്പോഴും വെച്ചുകൊണ്ടാണ് പാവപ്പെട്ട വിദ്യാർത്ഥികളോട് പെരുമാറുന്നതിന്റെ അവസാനത്തെ ഉദാഹരണമാണ് നിതിൻ രാജിന്റെ ആത്മഹത്യ. ആ നിതിൻ രാജിന്റെ ആ മയ്യത്തുണ്ടല്ലോ, ആ ഡെഡ് ബോഡി വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോ ആ അമ്മയുടെയും പെങ്ങന്മാരുടെയും കരച്ചില് ഈ കേരളത്തെ പിളർത്തുന്ന കരച്ചിലാണ്, ആകാശത്തെ പിളർത്തുന്ന കരച്ചിലാണ്. ആ പ്രിയപ്പെട്ട പിതാവിന്റെ അലമുറയിട്ടുള്ള കരച്ചിലുണ്ടല്ലോ, ജാതി വ്യവസ്ഥ ഇന്നും നിലനിൽക്കുന്നതാണ്. ഫറോവന്റെ ഭരണകാലഘട്ടത്തിൽ ഈജിപ്തിൽ
അടിച്ചമർത്തപ്പെട്ട അടിമ വിഭാഗം. നമുക്ക് വേണമെങ്കിൽ ദളിതനെന്നോ അവർണനെന്നോ ഇസ്രായേലുകളെ പറയാം. പിരമിഡുകൾ ഇന്ന് ഈജിപ്തിലുണ്ട്. JCB ഇല്ലാത്ത, ക്രെയിനുകളില്ലാത്ത കാലഘട്ടത്തിൽ 40 പേര് പോലും ഉയർത്തിയാൽ ഉയരാത്ത കല്ലുകൾ കൊണ്ടുവന്ന് മുകളിലേക്ക് അടുക്കി വെച്ചത് കിബിത്തികൾ എന്ന് പറയുന്ന സവർണന്മാർ, അവർണന്മാരായി കൽപ്പിക്കപ്പെട്ട, അടിമകളായി കൽപ്പിക്കപ്പെട്ട ആ ബനി ഇസ്രായേലുകൾ ഉപയോഗിച്ചുകൊണ്ട് അടിച്ചമർത്തപ്പെട്ട ഒരു വിഭാഗമായിരുന്നു ഇസ്രായേലികൾ. അവരെ കൊണ്ട് പണിയെടുപ്പിച്ചിരുന്നു. ആ ഇസ്രായേലികളുടെ മോചനത്തിന് വേണ്ടി നിങ്ങളും മനുഷ്യരാണ്, നിങ്ങളും പൊതു ഇടത്തിലൂടെ നടക്കേണ്ടവരാണ്, നിങ്ങൾ പൊതു സ്ഥാപനങ്ങളിൽ നിങ്ങൾക്ക് കയറാനുള്ള അവകാശമുണ്ട് എന്ന് ലോകത്തിന് പഠിപ്പിക്കാൻ വേണ്ടിയാണ് മഹാനായ മൂസ നബി അലൈഹിസ്സലാം എന്ന പ്രവാചകൻ, മോശെ പ്രവാചകൻ ലോകത്തേക്ക് വന്നത്. ഇന്ന ഫിർഔന അലാ ഫിൽ അർദ് വജഅല അഹ്ലഹാ ശിയഅ. ഭരണാധികാരിയായ ഫറോവൻ, ഇന്ന് തിരുവിതാംകൂർ രാജാവിന്റെ കാലഘട്ടത്തില് നമുക്കറിയാമല്ലോ, മഹാത്മാ അയ്യങ്കാളി 1920 കാലഘട്ടങ്ങളിൽ രാജവീതിയിലൂടെ 2 കാളകളെ വെച്ചുകൊണ്ടുള്ള വില്ലുവണ്ടി, അന്ന് ഈ കാറും ബൈക്കൊന്നും ഇല്ല, വില്ലുവണ്ടി. അന്ന് വില്ലുവണ്ടി ഉപയോഗിക്കുന്നവരാരായിരുന്നു? സവർണന്മാരായിരുന്നു, രാജാക്കന്മാരായിരുന്നു. സവർണന്മാരല്ലാതെ വില്ലുവണ്ടി ഉപയോഗിക്കാൻ പാടില്ല എന്ന് കൽപ്പിക്കപ്പെട്ട ജാതി വ്യവസ്ഥയുടെ കാലഘട്ടത്തിൽ അയ്യങ്കാളി എന്ത് ചെയ്തു? ആ വണ്ടി വാങ്ങിച്ചിട്ട് തലപ്പാവ് കെട്ടി, നീളം ജുബ്ബ ധരിച്ച്, കോട്ട് ധരിച്ച്, സവർണന്മാർക്ക് മാത്രമേ കോട്ട് ധരിക്കാനും തലപ്പാവ് ധരിക്കാനും അവകാശം ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ആ മനുഷ്യനുണ്ടല്ലോ, ആ പുരുഷനുണ്ടല്ലോ, ആ വില്ലു വണ്ടിയിൽ കയറി തിരുവനന്തപുരത്തെ നെടുമങ്ങാട് ബാലരാമപുരം ഭാഗത്തിലൂടെ രാജവീതിയിലൂടെ സഞ്ചരിച്ചു. എന്നിട്ട് കീഴ്ജാതിക്കാരന്റെ മകളായ ഒരു പഞ്ചമിനെ കൈപിടിച്ച്, പഞ്ചമി എന്ന് പറയുന്ന പെൺകുട്ടിയുടെ കൈപിടിച്ച് സ്കൂളിൽ ചേർക്കാൻ വേണ്ടി പോയി. നിനക്കും വിദ്യാഭ്യാസം വേണം. അന്ന് കീഴ്ജാതിക്കാർക്ക് വിദ്യാഭ്യാസം പാടില്ലായിരുന്നു. ഇന്ന് മുസ്ലിങ്ങളുടെ തലയിലേക്കല്ല കയറുന്നത്. മുസ്ലിം പെണ്ണുങ്ങൾ പർദ്ദയുടെ ഉള്ളിലാണ്, വീട്ടിന്റെ ഉള്ളിലാണ്, അവര് പഠിക്കാൻ പോകാൻ പാടില്ല എന്നൊക്കെ മുസ്ലിം സമൂഹത്തെ ആക്ഷേപിക്കുന്നവരെ ഒരു കാലഘട്ടത്തിൽ 1920 കാലഘട്ടങ്ങളിൽ ജാതി വ്യവസ്ഥയുടെ പേരിൽ പുലയന്മാർക്ക്, കീഴ്ജാതിക്കാർക്ക് അവരുടെ പെൺകുട്ടികൾ പഠിക്കാൻ പാടില്ല എന്ന് സവർണന്മാർ കൽപ്പിക്കപ്പെട്ടപ്പോൾ പഞ്ചമിയുടെ കൈപിടിച്ചുകൊണ്ട് അദ്ദേഹം സ്കൂളിലേക്ക് കയറി ചെന്നു. ഇവൾക്കും പഠിക്കണം, ഇവൾക്കും അഡ്മിഷൻ കൊടുക്കണമെന്ന് പറഞ്ഞപ്പോ അന്നത്തെ സവർണന്മാരുണ്ടല്ലോ, ആ സ്കൂള് കത്തിച്ചു കളഞ്ഞു. ഈ അടുത്ത സമയത്ത് സെക്രട്ടേറിയറ്റ് ഉണ്ടല്ലോ, നമ്മുടെ തിരുവനന്തപുരത്തെ ആ ഓഫീസ് ചാണകം തെളിച്ച് ശുദ്ധിയാക്കി എന്നാണ്. ഒരു 10-15 കൊല്ലം മുമ്പാന്നാണ് എൻ്റെ ഓർമ്മ. നിങ്ങളുടെ ഓർമ്മയിൽ എത്രയാണെന്ന് എനിക്ക് അറിയില്ല. ഒരു 15 കൊല്ലം മുമ്പ് നമ്മുടെ തിരുവനന്തപുരത്തെ ഓഫീസിൽ ഒരു കീഴ്ജാതിക്കാരൻ ആ ഓഫീസിൽ പണിയെടുത്ത് അയാൾ റിട്ടയർമെന്റ് ആയിട്ട് തിരിച്ചു പോയപ്പോ മേൽജാതിക്കാരൻ ആ കസേരയിൽ ഇരിക്കണമെങ്കിൽ ചാണകം തെളിച്ചത് ശുദ്ധിക്കലശം നടത്തിയെന്ന്. എത്രത്തോളം വിദ്യാഭ്യാസം നേടിയിട്ടും, എത്രത്തോളം മനുഷ്യൻ ഉയർന്നിട്ടും ആ വൃത്തികെട്ട ജാതി ചിന്തയുമായിട്ടാണ് ഇന്ന് മനുഷ്യന്മാർ നടക്കുന്നത്. നമുക്കറിയാം, ചേർത്തലയിലെ കഥ നമുക്കറിയാമല്ലോ. മാറിന് കരം കൊടുക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. അന്ന് തിരുവിതാംകൂർ രാജാവാണ് പ്രഖ്യാപിച്ചും കീഴ്ജാതിക്കാരായ പെണ്ണുങ്ങൾ മാറിടത്തിന് കരം കൊടുക്കണമായിരുന്നു. അത് പറയുമ്പോൾ നമുക്ക് അറപ്പ് തോന്നും. എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. വലിപ്പം കൂടുന്ന അനുസരിച്ച് ആ നികുതിക്കും വലിപ്പം കൂടുമായിരുന്നു. അന്ന് ഒരു സ്ത്രീ ഉണ്ടല്ലോ, കീഴ്ജാതിക്കാരിയായ സ്ത്രീ, അവള് മാറുമറയ്ക്കാൻ അവകാശമില്ലായിരുന്ന കാലഘട്ടത്തിൽ കീഴ്ജാതിക്കാരിയായ പെണ്ണ് മാറുമറച്ചതിന്റെ പേരിൽ അവളുടെ മാറിനെ നികുതി പിരിക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥന്മാര് വന്നു. നീ മാറുമറച്ചിരിക്കുന്നു, നിനക്ക് അവകാശമില്ലാത്തതാണ്. ഇന്നത്തെ പിള്ളേരുടെതൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടമാണ്. അവളുടെ അടുത്ത് നികുതി പിരിക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥന്മാർ വന്നപ്പോ ആ സ്ത്രീ എന്ത് ചെയ്തു? ഒരേടെ അകത്തേക്ക് പോയിട്ട് മൂർച്ചുള്ള കത്തിയെടുത്ത് അവളുടെ മുറിച്ച് ഒരു ഇലയിൽ പൊതിഞ്ഞുകൊണ്ട് രക്തം വാർന്നൊഴുകയായിരുന്നു.
ആ ഇലയിൽ പൊതിഞ്ഞുകൊണ്ടെന്ന് ആ ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പിലേക്ക് വെച്ചു. രക്തം വാർന്നൊഴുങ്ങി ആ സ്ത്രീ മരിച്ചു. അവളുടെ ഭർത്താവോ അവളുടെ ചിതയിൽ ചാടി മരിച്ചു. എവിടെയാണ് നടന്നത്? ഒരു 10-40 കിലോമീറ്ററിന് അകലെയുള്ള ചേർത്തലയിലാണ് നടന്നത്. ടിപ്പു സുൽത്താൻ കേരളത്തിലേക്ക് വന്നിട്ട് എന്താ പറഞ്ഞത്? മറക്കൽ ഇന്ന് ടിപ്പു സുൽത്താൻ സവർണ ചരിത്രകാരന്മാർ ടിപ്പു സുൽത്താനെ കുറിച്ച് എന്തെഴുന്നറിയോ? ടിപ്പു സുൽത്താൻ തീവ്രവാദിയാണെന്ന് അവർണന്മാര് പറയോ? കീഴ്ജാതിക്കാര് പറയോ ടിപ്പു സുൽത്താൻ തീവ്രവാദിയാണ്? എന്തുകൊണ്ടാണ് ടിപ്പു സുൽത്താൻ തീവ്രവാദിയായെന്നറിയോ? സവർണർമാർക്കെതിരെ ശബ്ദിച്ചതിന്റെ പേരിലാണ്. എന്തുകൊണ്ടാണ്? കീഴ്ജാതിക്കാരായ പെണ്ണുങ്ങൾ മറയ്ക്കണം, അതിന് നികുതി കൊടുക്കേണ്ടതില്ല എന്ന് ടിപ്പു സുൽത്താൻ പ്രഖ്യാപിച്ചതിന്റെ പേരിലാണ്. ഇത് തന്നെയായിരുന്നു ഫറോവനെ കുറിച്ച് ഖുർആൻ പറഞ്ഞത്. ജനങ്ങളെ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ വേർതിരിച്ച് കണക്കാക്കി എന്ന് ഫിറഔനെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങൾ, ഇതിന്റെ ബാക്കി